ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിൻ വരുമ്പോഴേക്കും തന്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ വരുമ്പോൾ മാത്രമല്ല, അശ്വിന്റെ പ്രസൻസ് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രുതിയുടെ നെഞ്ചിടിപ്പ് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശ്രുതി ലാവണ്യനെ അങ്ങനെ സേവ് ചെയ്യുമല്ലോ. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ശ്രുതി നെഞ്ചിടിപ്പ് കൂടും. അപ്പോൾ ശ്രുതി അയ്യോ എനിക്ക് എന്താ ഇങ്ങനെ നെഞ്ചിടിക്കണത് എന്നൊക്കെ വിചാരിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ്റെ അടുത്തേക്ക് ദൂരെ മാറുമ്പോൾ നെഞ്ചിടിക്കുന്നില്ല, അശ്വിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നെഞ്ചിടിക്കുന്നത്. അതായത് കാന്തത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആകർഷണം കൂടുന്തോറും നമുക്ക് അങ്ങനെ ആകർഷണം വരുമല്ലോ. അതുപോലെ തന്നെ അശ്വിൻ്റെ അടുത്ത് വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടും, പുറകോട്ട് പോകുമ്പോൾ നെഞ്ചിടിപ്പ് കുറയും. അങ്ങനെയാണ്. അങ്ങനെ ശ്രുതി വിചാരിക്കോട്ടോ, ഷു ഇതെന്താ എപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെ ആവണത്, അപ്പോൾ എനിക്കെന്തോ കുഴപ്പമുണ്ടല്ലേ എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്. അത് മാത്രമല്ല, ആ സമയത്ത് ശ്രുതി വിചാരിക്കുകയാണ്, ഓ അത് വേറൊന്നുമല്ല, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച വ്രതത്തിലാണ് ഞാൻ, അതുകൊണ്ടിട്ടായിരിക്കും ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് നെഞ്ചിടിപ്പ് കൂടുതൽ പോലെ തോന്നുന്നതായിരിക്കും, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പതുക്കെ പോയിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഒന്ന് മുട്ടിയില്ലാതെ വേണ്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ. പക്ഷെ അശ്വിൻ കാണുന്നില്ല, അശ്വിൻ പേപ്പർ വെച്ചിട്ട് തിരിഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷേ എന്താണ് ശ്രുതി വിചാരിക്കും അശ്വിൻ കാണുന്നില്ലെന്ന് വിചാരിക്കും. അശ്വിൻ്റെ അടുത്ത് പോകുമ്പോൾ നെഞ്ചിടിപ്പ് കൂടും, ശ്രുതി വേഗം ഓടിപ്പോകും. പിന്നെ അശ്വിൻ്റെ അടുത്തേക്ക് പോകും, പിന്നെ നെഞ്ചിടിപ്പ് കൂടും, അങ്ങനെ ഓടിപ്പോകും. പക്ഷെ അശ്വിൻ ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. കാരണം നേരെ മുമ്പിൽ ടി വിയുടെ ഗ്ലാസ് വെച്ചിരിക്കുന്ന ടി വി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു കണ്ണാടി കൂടി ഉണ്ട്. അതിലേക്കൂടി ശ്രുതിയുടെ മുഖം വ്യക്തമല്ലെങ്കിൽ ശ്രുതി വരുന്നതൊക്കെ നമ്മുടെ അശ്വിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിൻ അതൊക്കെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് ശ്രുതി വീണ്ടും വരുമ്പോഴേക്കും അശ്വിനോടെ ചാടി എഴുന്നേക്കും. എന്താ നീ കുറേ നേരം തുടങ്ങിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ശ്രുതിയുടെ നെഞ്ചിന് അടിച്ചടിച്ചടിച്ചടിച്ച് ചാവാനാവുന്ന പോലെ, അതായത് വല്ലാത്ത ശ്വാസം മുട്ടൽ തോന്നിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകും കേട്ടോ. എന്നിട്ട് മതിലിൻ്റെ അപ്പുറം നിന്നിട്ട് നമ്മുടെ അശ്വിനെ ഇങ്ങനെ നോക്കും കേട്ടോ. അശ്വിനെ ചിരിയൊക്കെ വരും. അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോണത്. അശ്വിൻ്റെയും ശ്രുതിയുടെ നല്ല റൊമാൻറ്റിക് സീനുകളൊക്കെ ഉണ്ട്. ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച അതിനേക്കാളും അടിപൊളി സീനാണ് അശ്വിനും ശ്രുതിയും കാട്ടിൽ കുടുങ്ങി പോണതും അവിടെ വെച്ചിട്ട് അവരുടെ അശ്വിനും ശ്രുതി കൂടുതൽ റൊമാൻറ്റിക് ആവണതും അവർ കൂടുതൽ അടുക്കുന്ന ഭാഗങ്ങളൊക്കെ അടുത്ത ആഴ്ചയുണ്ട്. ഈ ആഴ്ച ഫുള്ളും ഇങ്ങനത്തെ ഭാഗങ്ങളായിരിക്കും. ശ്രുതി അശ്വിനും പരസ്പരം മനസ്സിലാക്കുകയാണ് അവരുടെ ഉള്ളിനുള്ളിൽ എന്തൊക്കെയോ ഒരു വികാരം ഉണ്ടെന്നുള്ളത്. ശ്യാം ആണെങ്കിൽ വീണ്ടും അമ്മായിനെയും ശ്രുതിയുടെ അമ്മേനെയും അച്ഛനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ അച്ഛൻ ആണ് ആദ്യം ശ്യാമിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കണേ കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.